അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു കുഷ്ഠരോഗിയെ ആദ്യം സൗഖ്യമാക്കുന്നു. അതിനുശേഷം ഒരു ശതാധിപൻ്റെ ബാല്യക്കാരനെയും സൗഖ്യമാക്കുന്നു. ഈ 2 സംഭവങ്ങളും നടക്കുന്നതിന് മുമ്പ് കർത്താവ് ഗിരിപ്രഭാഷണം മത്തായി സുവിശേഷം 5, 6, 7 ആ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗിരിപ്രഭാഷണത്തിലുള്ള പ്രഭാഷണം, ആ പ്രസംഗം നടത്തുന്നു. അപ്പോൾ കർത്താവ് പ്രസംഗിച്ച ശേഷം താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. കർത്താവിനോട് കൂടെ ശിഷ്യന്മാരുമുണ്ട്, വലിയൊരു പുരുഷാരമുണ്ട്. ആ പുരുഷാരത്തിനകത്ത് പരീശന്മാരും ശാസ്ത്രിമാരും പോലുള്ള വലിയ ആളുകളും ഉണ്ട്. കർത്താവ് ആ മലയിൽ നിന്ന് പട്ടണത്തിലേക്ക് പോവുകയാണ്. ആ മലയിൽ നിന്ന് ഇറങ്ങിയിട്ട് കർത്താവ് പട്ടണത്തിലേക്ക് പോകുമ്പോൾ പട്ടണത്തിൻ്റെ വാതിൽക്കൽ വെച്ചിട്ടാണ് കുഷ്ഠരോഗിയെ കാണുന്നത്, പുറത്ത് വെച്ചിട്ട്. ഇനി പട്ടണത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ റോമൻ ശതാധിപൻ വരുന്നു, അയാളുടെ ബാല്യക്കാരനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ മുന്നോട്ട് കർത്താവ് പിന്നീട് കഫർനഹൂം എന്ന പട്ടണത്തിലേക്കും അത് കഴിഞ്ഞ് പോയി ഏറ്റവും ഒടുവിൽ യെരുശലേമിലേക്കും വരുന്നു. അപ്പോൾ ഈ കർത്താവിൻ്റെ ഈ വരവിന് മത്തായി രേഖപ്പെടുത്തിയ രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു പ്രാധാന്യതയുണ്ട്. നമുക്കറിയാം, യഹൂദന്മാരുടെ ദൈവാലയത്തിനകത്ത് 3 ഇടങ്ങളുണ്ടായിരുന്നു: വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, പിന്നെ പ്രാകാരം. ഈ പ്രാകാരം എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകൾക്കെല്ലാം വരാമായിരുന്നു. വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർക്ക് മാത്രമേ വരാനായിട്ട് സാധിക്കുള്ളൂ. അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ ഒരു ബലിയർപ്പിച്ച് അതിൻ്റെ രക്തത്തോടു കൂടി മാത്രമേ വരാനായിട്ട് സാധിക്കുള്ളൂ, ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മാത്രം. ഈ 3 ഇടങ്ങൾ കഴിഞ്ഞ് പുറത്തോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ അന്യജാതിക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് പല രീതിയിലുള്ള കച്ചവടങ്ങളും ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ നടത്തിക്കൊണ്ട് പോകുന്നത്. എന്നുവെച്ചാൽ വേറെ രാജ്യത്തു നിന്ന് വരുന്ന ആളുകൾ അവരുടെ കറൻസി മാറ്റാൻ വേണ്ടിയിട്ടും, പിന്നെ അവർക്ക് വേണ്ട ആടുകളെയും മാടുകളെയും, ഊനമില്ലാത്ത ആടും മാടും ഒക്കെ വേണമല്ലോ ഈ അർപ്പിക്കാൻ വേണ്ടിയിട്ട്, വഴിപാടായിട്ട് അർപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ അവിടെ വെച്ചാണ് വിറ്റുകൊണ്ടിരുന്നത്. ആ സ്ഥലം കർത്താവ് വന്ന് അവരെ അടിച്ചോടിച്ച് പിന്നീട് ശുദ്ധീകരിക്കുന്നുണ്ട്. അത് അന്യജാതിക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. ഇതിനും പുറത്താണ് മുടന്തർ, കുരുടർ, ചെകിടർ, ഊമർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ളത്. ഇനി ഇതിനേക്കാളും പുറത്താണ്, അവരുടെ പട്ടണത്തിൻ്റെയും പുറത്താണ് കുഷ്ഠരോഗികൾ. കാരണം കുഷ്ഠരോഗം പകർച്ചവ്യാധിയാണ്, അതിന് മരുന്നില്ല, അത് മറ്റുള്ളവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യഹൂദന്മാരുടെ മനസ്സിൽ അശുദ്ധി, വിശുദ്ധി, പ്യൂരിറ്റി, പൊല്യൂഷൻ എന്നുള്ള 2 കാറ്റഗറീസ് ഉണ്ട്. അതിൽ ദൈവാലയത്തിൻ്റെ ഏറ്റവും അകത്താണ് ഏറ്റവും വിശുദ്ധി. അവിടെയാണ് പരിശുദ്ധനായ ദൈവം വരുന്നത്. ഏറ്റവും അകത്തെ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അവിടെ നിന്ന് ഏറ്റവും അശുദ്ധിയുള്ള സ്ഥലമാണ് ഈ കുഷ്ഠരോഗികളൊക്കെ കിടക്കുന്ന പട്ടണത്തിനും പുറത്ത് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അശുദ്ധി, വിശുദ്ധി എന്ന് പറയുന്ന ഒരു സ്കെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വിശുദ്ധിയുള്ള സ്ഥലം ആ ആലയത്തിൻ്റെ ഏറ്റവും നടുക്കുള്ള സ്ഥലം, അഥവാ അതിവിശുദ്ധ സ്ഥലമാണ്.
ഏറ്റവും അശുദ്ധി കൂടിയ സ്ഥലം ഈ കുഷ്ഠരോഗി താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നോർമലി ഇങ്ങനൊരു കുഷ്ഠരോഗിയെ കാണാൻ യാതൊരു സാധ്യതയില്ല. കർത്താവ് പട്ടണത്തിൻ്റെ പുറത്ത് ഒരു മലേൻ്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടുന്നു, അവരോട് പ്രസംഗിക്കുന്നു. മോശയൊക്കെ പ്രസംഗിച്ചത് മാതിരി ഒരു മലേൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. മോശ പ്രസംഗിച്ച അതേ ന്യായപ്രമാണം തന്നെയാണ് കർത്താവ് അവിടെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ കർത്താവ് താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവ സാന്നിധ്യവുമായിട്ട് ഇറങ്ങി വരുന്നത് മാതിരി മോശെ ദൈവത്തെ കണ്ട് ദൈവമായിട്ട് സംസാരിച്ച് ആ കൽപ്പലകളുമായിട്ട് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ എഴുതിയ ആ പലകകളുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് പോലെ കർത്താവ് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ ആ വിശുദ്ധിയിൽ, ദൈവത്തിൻ്റെ ആ ശക്തിയിൽ, കർത്താവിൻ്റെ ആ പ്രകാശം, ദൈവത്തിൻ്റെ പ്രകാശം കർത്താവിൻ്റെ മുകളിലുണ്ട്. മോശ ഇറങ്ങി വരുന്നത് പോലെ ഇറങ്ങി വരുന്നു. ആ ഇറങ്ങി വരുമ്പോൾ മോശ എന്താ കാണുന്നത്? അശുദ്ധിയാണ് കാണുന്നത്. മോശയുടെ ഹൃദയം തകരുന്നു. മോശ ഈ കൽപ്പലകളെയും തകർക്കുന്നു. അതേമാതിരി കർത്താവ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഏറ്റവും അശുദ്ധിയുള്ള ആലയത്തിൽ നിന്ന് ഏറ്റവും ദൂരത്ത് നിൽക്കുന്ന ആ കുഷ്ഠരോഗിയാണ് ആദ്യം കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. എന്നാൽ മോശയുടെ ഹൃദയം തകർന്നപ്പോൾ മോശയെ ആ കൽപ്പലകളെ പൊട്ടിച്ചതുപോലെ കർത്താവ് ആരെയും പൊട്ടിക്കുകയോ ഒടിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റ്, നേരെ മറിച്ച് കർത്താവ് ആ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുഷ്ഠരോഗി പറയുന്നു അവൻ അശുദ്ധനാണ്. അപ്പോൾ അവൻ നടന്നു പോകുന്ന സമയത്ത് അവൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അശുദ്ധനാണ്, എന്നിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ അശുദ്ധനായ ആ വ്യക്തിയെ തൊടുമ്പോൾ കർത്താവ് അശുദ്ധനാകാനുള്ള സാധ്യതയുണ്ട്. കർത്താവിന് പിന്നെ ഒരാഴ്ചത്തേക്ക് ആരാധനയ്ക്ക് പോകാൻ കഴിയില്ല. എന്നിരുന്നാലും കർത്താവിന് ആ വ്യക്തിയോട് മനസ്സലിവ് തോന്നുന്നു. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അവൻ്റെ അകത്തുള്ള ആ അശുദ്ധി മുഴുവനായും മാറ്റി അവനെ വിശുദ്ധിയിലേക്ക് കർത്താവ് നടത്തുന്നു. എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, ശുദ്ധീകരിച്ച ശേഷം നീ ആലയത്തിലേക്ക് പോകണം. ആ ആലയത്തിലേക്ക് ഒരിക്കലും കയറാനുള്ള യോഗ്യത ഈ വ്യക്തിക്കില്ല. അവിടെ നിന്ന് ഏറ്റവും ദൂരത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കുഷ്ഠരോഗി. എന്നാൽ കർത്താവാകുന്ന ആലയം വന്ന്, ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കർത്താവാകുന്ന ആലയം വന്ന് അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ അശുദ്ധി മാറി, അവൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു. പാപനിമിത്തമുള്ള അവൻ്റെ ആ ശാപം മാറി, ആ ശാപമാകുന്ന കുഷ്ഠം മാറി. കുഷ്ഠം കാരണമാണല്ലോ അവൻ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നത്, ദൈവാലയത്തിൽ നിന്നും അകന്നിരിക്കുന്നത്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവന് പോകാൻ കഴിയാത്തത്. ആ കുഷ്ഠവും മാറി, ആ അകൽച്ചയും മാറി. ഇനി അവന് ദൈവത്തോട് ചേരാം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാം. പൂർണ്ണ പൗരത്വം യഹൂദന്മാരുടെ ഇടയിൽ അവന് പ്രാപിക്കാം. അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ കാണും എന്നവന് വിശ്വസിക്കാം. അപ്പോൾ കർത്താവ് ഏറ്റവും അശുദ്ധനായിരിക്കുന്ന, ഏറ്റവും അശുദ്ധിയുടെ ഏറ്റവും ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അശുദ്ധിയുടെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിലാണ് ആദ്യം പ്രവൃത്തി ആരംഭിക്കുന്നത്. ദൈവ ആലയത്തിൽ നിന്ന് ദൈവസാന്നിധ്യം വിട്ടുപോയപ്പോൾ, ഇപ്പോൾ ദൈവസാന്നിധ്യം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ രൂപത്തിൽ. പക്ഷേ 400ഓളം വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരുടെ ദൈവാലയത്തിൽ നിന്ന് ദൈവസാന്നിധ്യം വിട്ടുപോയപ്പോൾ എഹെസ്കേൽ കണ്ട ഒരു ദർശനമുണ്ട്. എഹെസ്കേൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദൈവാലയത്തിൽ നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം മുകളിലേക്ക് പോകുന്നു, എന്നിട്ട് അവിടെ നിന്ന് വിട്ടുപോകുന്നു, എന്നിട്ട് ആ പട്ടണം വിട്ടിറങ്ങി പ്രവാസത്തിലിരിക്കുന്ന അവളുടെ അടുക്കിലേക്ക്, ആളുകളുടെ ഇടയിലേക്ക് വരുന്നു. ഇവർ പ്രവാസികളാണ്, ഇവർ ദൈവമായിട്ട് അകന്നു നിൽക്കുന്ന വ്യക്തികളാണ്. എന്നാലും ദൈവം ഇവരെ കൈവിട്ടിട്ടില്ല. ദൈവം അശുദ്ധിയോടെ ജീവിച്ച ആ രാജാവിൻ്റെ, അശുദ്ധിയോടെ ജീവിച്ച ആ ജനതയുടെ ദൈവാലയത്തെ വിട്ടു. കാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഗ്രഹ ആരാധനയും ദൈവത്തിന് അതൊന്നും സഹിക്കാൻ വയ്യ. ദൈവം ആ സ്ഥലം വിട്ട് പ്രവാസികളുടെ അടുക്കിലേക്ക്, പ്രവാസത്തിലേക്ക് പോയ ദൈവഭക്തന്മാരായിരിക്കുന്ന, പ്രവാചകന്മാരായിരിക്കുന്ന, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന യഹൂദന്മാരുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. അതേമാതിരിയാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇനി തിരിച്ചു വരുമെന്ന് എഹെസ്കേൽ പ്രവചിച്ചിരുന്നു. പക്ഷെ ആ തിരിച്ചു വരുന്നത്
ദൈവത്തെ ഏറ്റവും ആവശ്യമുള്ള വ്യക്തികളുടെ അടുക്കിലേക്ക് ഫസ്റ്റ് വന്നിട്ട് പിന്നെ പതുക്കെ 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 പതുക്കെയാണ് ഏറ്റവും അകത്തോട്ട് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മധ്യത്തിലേക്ക് ദൈവാത്മാവ് വീണ്ടും വരുന്നത്. അപ്പോൾ ഇപ്പോൾ ദൈവാത്മാവ് എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാകുന്ന ദൈവവചനം, പൂർണ്ണ ദൈവവചനമാകുന്ന വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് പാർത്തു എന്ന് പറയുന്ന പോലെയുള്ള യേശു ക്രിസ്തുവാണ് ഇപ്പോൾ ഇവിടുത്തെ ദൈവസാന്നിധ്യം. ആ ദൈവസാന്നിധ്യം ആദ്യം വരുന്നത് കർത്താവ് യെശയ്യാവിനോട് പറഞ്ഞിരുന്നു. യെശയ്യാവ് 40 മുതൽ 60 വരെ ഉള്ള അധ്യായങ്ങളിൽ കർത്താവ് ഏത് രീതിയിലാണ് അവൻ്റെ ജനങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരാൻ പോകുന്നത്. കർത്താവ് ഒരു രക്ഷകനായിട്ടാണ് മടങ്ങി വരാൻ പോകുന്നത്. കർത്താവ് എഹെസ്കേലിനോട് പറഞ്ഞിരുന്നു, എഹെസ്കേൽ 34 പോലുള്ള അധ്യായങ്ങളിൽ ഏത് രീതിയിലാണ് കർത്താവ് വരാൻ പോകുന്നത്. ഒരു ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച മശീഹായെ പോലെ ഒരു നല്ല ഇടയനായിട്ടാണ് ദൈവം ഇനി വരാനായിട്ട് പോകുന്നത്. അതിവിടെ നടക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരു നല്ല ഇടയനായിട്ട് ദാവീദിൻ്റെ വംശാവലിയിൽ നിന്ന് വന്ന ഒരു മശീഹ എന്നുള്ള രൂപത്തിൽ ഒരു രക്ഷകനായിട്ട് വന്നിരിക്കുകയാണ്. ആ വന്നതിൻ്റെ ആ പറഞ്ഞ ഗൃഹപ്രഭാഷണത്തിൻ്റെ പൂർണ്ണതയായി വന്നിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആദ്യം ചെയ്യുന്നത് ആലയത്തിൽ നിന്ന് ഏറ്റവും ദൂരത്ത് നിൽക്കുന്ന, എന്നാൽ ദൈവത്തിൻ്റെ ഏറ്റവും അധികം ആവശ്യമുള്ള, അന്ന് പ്രവാസികളുടെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം പോയില്ലേ, ദൈവത്തിൻ്റെ ഏറ്റവും ആവശ്യമുള്ള ആൾക്കാർ അവർ, എന്നാൽ ദൈവാലയത്തിൽ നിന്ന് ഏറ്റവും ദൂരെയാണ് നിൽക്കുന്നത്. അതേമാതിരി ദൈവത്തിൻ്റെ ഏറ്റവും ആവശ്യമുള്ള വ്യക്തിയാണ് ഈ കുഷ്ഠരോഗി. എന്നാൽ ദൈവത്തിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്നും ആലയത്തിൽ നിന്നും ഏറ്റവും ദൂരെ നിൽക്കുന്ന വ്യക്തിയാണ് ഈ കുഷ്ഠരോഗി. ഈ ആലയത്തിനകത്തും ദൈവമില്ല, ആ ആലയത്തിനകത്തും ദൈവമില്ല. ദൈവം വിട്ടുപോയ ആലയം, ആ ആലയത്തെ ദൈവം പിന്നീട് ശപിക്കും. ഈ ആലയത്തെയും കർത്താവായ യേശു ക്രിസ്തു പിന്നീട് ശപിക്കും. ഈ കുഷ്ഠരോഗിയുടെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. മോശ ഇറങ്ങി വന്നതുമാതിരി ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മനുഷ്യൻ്റെ മേലെ പകരുകയാണ്. അവൻ്റെ പാപം നീക്കി, അവൻ്റെ ശാപം നീക്കി, അവൻ്റെ രോഗം നീക്കി, അവൻ്റെ ദാരിദ്ര്യം നീക്കി, അവന് ഇനി തിരിച്ച് അവൻ്റെ കുടുംബത്തോട് ചേരാൻ പറ്റുന്ന നിലയിലാക്കി എന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന രാജ്യത്തിൽ അവന് പൂർണ്ണതയുള്ള, ഒരിക്കലും ജീർണിക്കാത്ത ഒരു ശരീരം ലഭിക്കുമെന്നുള്ള വാഗ്ദത്വവും കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞവനായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് മടക്കി അയക്കുകയാണ്. ഇനി നോക്കണം എൻ്റെ കൂടെ, ആദ്യം ഇവനെ ശുദ്ധമാക്കി. അപ്പോൾ ഏറ്റവും പുറത്തു കിടക്കുന്ന ആൾക്കാരെ ഇവർ അല്ലേ, കുരുടർ, മുടന്തർ, ചെകിടർ, ഇങ്ങനെയുള്ളവരൊക്കെ ഈ കുഷ്ഠരോഗികൾ, ഇവരൊക്കെ ഊനമുള്ളവരായിട്ടാണ് ജനിക്കുന്നത്. ഈ ഊനമുള്ളവരായി ജനിക്കുകയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഊനം വരികയും ചെയ്യുകയാണെങ്കിൽ യഹൂദന്മാർ മനസ്സിലാക്കുന്നത് ഇവരെന്തോ പ്രത്യേക പാപം ചെയ്തിട്ടുണ്ടോ, ഒന്നുകിൽ ഇവരോ അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാർ. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഏറ്റവും പുറന്തള്ളപ്പെട്ട ആളുകളാണ് അവർ. അവർക്ക് ആലയത്തിൻ്റെ അടുത്ത് പോലും പോകാനായിട്ട് സാധിക്കില്ല. യഹൂദന്മാരുടെ ഇടയിൽ അവർക്ക് പൂർണ്ണ പൗരത്വമില്ല. അവർ വരാനിരിക്കുന്ന രാജ്യത്തിൽ ഉണ്ടാവില്ല എന്ന് യഹൂദന്മാർ ഉറപ്പ് വരുത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്? അവരുടെ കാഴ്ചപ്പാടിൽ ഇവർ ജന്മനാ പാപികളാണ്. അതുകൊണ്ടാണ് അവർ ഊനമുള്ളവരായിട്ട് ജനിച്ചത്. ദൈവത്തിന് ഊനമുള്ളവരെ ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ പുറത്താണ്. ഈ പുറത്താക്കപ്പെട്ട ആളുകളിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ആദ്യം ആരംഭിക്കുന്നത്. ദൈവ സാന്നിധ്യം മടങ്ങി വരുമ്പോൾ ഏറ്റവും പുറത്തുനിന്ന് അകത്തോട്ടാണ് മടങ്ങി വരുന്നത്. പോയപ്പോൾ ഏറ്റവും അകത്തുനിന്ന് പുറത്തേക്കല്ല പോയത്, എന്നാൽ വരുമ്പോൾ ഏറ്റവും പുറത്തുനിന്ന് അകത്തേക്കാണ് വരുന്നത്. ആ ഏറ്റവും പുറത്തു നിൽക്കുന്ന ഒരു കണ്ണിയാണ് നമ്മുടെ കുഷ്ഠരോഗി. അവൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വിഭാഗം ജനതയാണ്. അതിൽ കുഷ്ഠരോഗികൾ, മുടന്തർ, ചെകിടർ, ഊമർ എല്ലാവരും പെടും. അവരെ ശുദ്ധരാക്കിയ ശേഷം അടുത്തത് യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് ഒരു ശതാധിപൻ, റോമൻ ശതാധിപൻ. അവൻ വിഗ്രഹാരാധകനാകുന്ന ഒരു വിജാതീയനാണ്. അവൻ്റെ അടിമയ്ക്ക് വേണ്ടി അവൻ ഒരു രോഗസൗഖ്യം അപേക്ഷിക്കുകയാണ്. അവനും അവൻ്റെ അടിമയ്ക്കും കർത്താവ് ഒരു വിടുതൽ അന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് കർത്താവ് വിടുതൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പ്രാകാരത്തിൽ നിന്നും പുറത്തു നിൽക്കുന്ന ജാതികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ആലയത്തിൻ്റെ പുറത്തുള്ള സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് നിൽക്കേണ്ടിയിരുന്ന ഈ
വിജാതീയനായ മനുഷ്യനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഘട്ടം ഘട്ടമായിട്ട് അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഘട്ടത്തിൽ ഏറ്റവും പുറത്തുള്ളവർ, ഊനമുള്ളവർ, പിന്നെ വിജാതീയർ, ഇനി അടുത്തത് യഹൂദന്മാരിലുള്ള പുരുഷന്മാർ, സ്ത്രീകൾ, പിന്നെ പുരോഹിതർ, ഏറ്റവും ഒടുവിൽ മഹാപുരോഹിതൻ വരെ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ടതായിട്ട് വരും. കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ യഹൂദ പുരുഷന്മാരുടെ ഇടയിലേക്ക് പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി വരുന്നു. പുരുഷന്മാരും സ്ത്രീകളും അടക്കുന്ന 120 വ്യക്തികളുടെ ഇടയിലേക്ക് കർത്താവിൻ്റെ ഈ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. അവരെയും ശുദ്ധീകരിക്കുന്നു. അത് കഴിഞ്ഞ് പുരോഹിതന്മാരിൽ അനേകം പേര്, കർത്താവിനെ ക്രൂശിച്ച ആളുകളുടെ കൂടെ ഉണ്ടായിരുന്ന അനേകം പേര് മാനസാന്തരപ്പെട്ട് സഭയോട് ചേരും. അവരുടെ ഇടയിലേക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കും.